ഇന്ന് ഞാൻ മോർണിംഗ് വ്ലോഗ് എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ല. എന്താണെന്നറിയില്ല, ഒരാഴ്ചയായിട്ട് എൻ്റെ വീട്ടിലെ ഫുഡ് ചാർട്ടിൽ നിന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വല്ല വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പം മുട്ടക്കറി അപ്പം എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റി പിടിക്കണമെന്ന് ചിന്തിച്ചാലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം സാധിക്കുന്നില്ല എന്ന് പറയുന്നതാവും ശരി. സാരമില്ലെന്നേ, എല്ലാം ശരിയാക്കാം. അങ്ങനെ മുട്ടക്കറിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത്. മുട്ടക്കറി വയ്ക്കാനായിട്ട് മുട്ടയില്ല, പിന്നെ എന്ത് ചെയ്യാനാ? തീരുമാനങ്ങൾ മാറ്റാനാണോ പാട്? നമ്മൾ മുട്ടക്കറിയെ കൺവേർട്ട് ചെയ്ത് ഇന്ന് ഉള്ളിക്കറിയാക്കി മാറ്റാൻ പോവുകയാണ്. അങ്ങനെ ഉള്ളിക്കറിക്കുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ എങ്ങനെ അടിപൊളിയാക്കാമെന്നുള്ള ചിന്തയിലാണ് കേട്ടോ ഞാൻ. അല്ലെങ്കിലും ഒരുപാട് പ്ലാൻ ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ ഭംഗി ഉണ്ടാവാറുള്ളത് നമ്മൾ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾക്കാണല്ലേ. അല്ലെങ്കിലും പ്ലാനിങ് എനിക്ക് വളരെ കുറവാണ് കേട്ടോ. തലേന്ന് പ്ലാൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക, ഈ പരിപാടിയൊന്നും എനിക്കില്ല. എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും. അങ്ങനെ ഉള്ളിയെല്ലാം നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ബാക്കി കുറച്ച് ക്ലീനിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എടുത്ത പാത്രങ്ങളും അവിടെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി വിടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ പണി കൂടെ അവിടെ കിടന്ന് നമുക്ക് നമ്മളോട് തന്നെ കൊല്ലാനുള്ള കലി വരും. ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഓക്കെ ആക്കലാണ് കേട്ടോ എൻ്റെ പണി. ലഞ്ച് ബോക്സിൽ എന്നും ഞാൻ ചോറാണ് വയ്ക്കാറുള്ളത്. ഇന്നെന്തോ എനിക്ക് മടിയാണോ അതോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിയില്ല, ഒന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവർക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പോൾ അവർക്കുള്ള ലഞ്ചെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പണികളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവരുടെ സ്കൂള് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ട പരിപാടിയൊന്നുമില്ല കേട്ടോ. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം നമുക്ക് റെഡിയായി പോയാൽ മതി. ഇവിടെ അടുത്ത് തന്നെയാണ്. അവൾ തന്നെ ഏകദേശം യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡി ആവാനായിട്ട് ആൾക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് എൻ്റെ പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾ കൊണ്ടുപോകാനുള്ള ബുക്കും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ യാത്ര പറയാനുള്ള ടൈമായിട്ടുണ്ട്. അതിനും അവൾ പോകുന്നത് വരെ ഇങ്ങനെ കളിച്ചും ഒക്കെ നടക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴാണ് ഞാൻ നമ്മളെ അംഗൻവാടിയിലേക്ക് അവളെ കൊണ്ടുവിടാനായിട്ട് നോക്കാറുള്ളത്. അങ്ങനെ രണ്ടുപേരും ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്ത് യാത്രയായിട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഞങ്ങളെയും ഞങ്ങളുടെ ചാനലും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.